യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനം ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും അതേപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. തീർച്ചയായിട്ടും 18-ാം അധ്യായത്തിൻ്റെ ഒരു ട്രാൻസാക്ഷനായി നമുക്ക് 19-ാം അധ്യായത്തെ കാണുവാൻ സാധിക്കും. 18-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്നതായ അബ്രഹാമിനെ നമ്മൾ കാണുമ്പോൾ 19-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് പട്ടണവാതിൽക്കൽ ഇരിക്കുന്നതായ ലോത്തിനെയാണ്. ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ഈ പട്ടണവാതിലിൻ്റെ പ്രത്യേകത, സിറ്റി ഗേറ്റ് എന്ന് പറയുന്നതായ ഈ പട്ടണവാതിലിൻ്റെ പ്രത്യേകത, അവിടെയാണ് ആ പട്ടണത്തിലെ പ്രശ്നങ്ങൾ അതേ സിവിക് ലീഡേഴ്സ് പരിഹരിക്കുന്നത്. അവിടെ സിവിക് ലീഡേഴ്സ് മാത്രമേ ഇരിക്കുകയുള്ളൂ. അവർ അവിടുത്തെ പ്രമാണികളായിരിക്കും. അവർ പട്ടണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ തന്നെ പട്ടണത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന ആളുകളെ നിരീക്ഷിക്കാനും അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നവരെ നിരീക്ഷിക്കുവാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ആ ലോത്തിന് സോദോമിലുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ലോത്ത് ഇപ്രകാരമുള്ള സ്ഥലം തിരഞ്ഞെടുത്തതാണ്. കാരണം അത് ഏദൻ തോട്ടം പോലെയൊക്കെ അവന് ഫീൽ ചെയ്തു. അത്രത്തോളം സമൃദ്ധിയുള്ള ഒരു സ്ഥലമായി അവൻ കണ്ടു. എന്നാൽ അതേസമയം തന്നെ സോദോമിലെ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ ഉൽപ്പത്തി 13-13 ഇപ്രകാരം വായിക്കുന്നു: സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ മറ്റൊരു വേദഭാഗത്തിലേക്ക് നമ്മൾക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ സോദോമിലെ അവസ്ഥയെ വിവരിക്കുന്നതായ വേദഭാഗം. അതിനുവേണ്ടി നമുക്ക് യെഹെസ്കേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 49-ാമത്തെ വാക്യം വായിക്കാം. നിന്റെ സഹോദരിയായ സോദോമിൻ്റെ അകൃത്യമോ ഗർവവും തീൻ പുളപ്പും നിർഭയ സ്വൈരവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. ഇളവിനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. ഇവിടെ സോദോമിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഉൽപ്പത്തി പുസ്തകം 18-ലോ 19-ലോ നമുക്കത് കാണാൻ കഴിയുന്നില്ല, അത്രത്തോളം കാണാൻ കഴിയുന്നില്ല. ഇവിടെ യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവം യെരുശലേമിനോട് സംസാരിക്കുക. അവിടെ യെരുശലേമിനോട് സംസാരിക്കുമ്പോൾ സോദോമിനെ യെരുശലേമിൻ്റെ സഹോദരിയായിട്ടാണ് ദൈവം സംസാരിക്കുന്നത്. എന്തുകൊണ്ട് സോദോമിൻ്റെ സഹോദരിയായി യെരുശലേമിനെ പറയുന്നു? കാരണം ഈ യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിക്കുന്ന കാലഘട്ടത്തിൽ യെരുശലേമും ഏതാണ്ട് സോദോമിനെ പോലെ തന്നെ ആയി. അതുകൊണ്ട് യെരുശലേമിൻ്റെ സഹോദരിയായി സോദോമിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നു, എന്താണ് ഈ സോദോമിൻ്റെ അകൃത്യം? സോദോമിൻ്റെ അകൃത്യം എന്ന് പറയുന്നത് ഗർവവും തീൻ പൊളപ്പും, വളരെ അഹങ്കാരികളായി ഇരിക്കുന്നതായ ആൾക്കൂട്ടം. അതേപോലെ തന്നെ തീൻ പൊളപ്പ്, ഭക്ഷണങ്ങൾക്ക് കൂടുതൽ അല്ലെങ്കിൽ ജഡീക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായ ആളുകൾ, നിർഭയ സൈരവും, ആരെയും പേടിക്കാതെ വെറുക്കൂത്തിൽ കൂടെ കടന്നു പോകുന്നതായ അതേ മഹാപാപം ചെയ്യുന്നതായ ഒരു ജനത, അവൾക്കും അവളുടെ പുത്രിമാർക്കും അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അതേപോലെ തന്നെ എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചില്ല എന്ന് പറയുമ്പോൾ അവരെ എത്രത്തോളം ഉപദ്രവിക്കാമോ അത്രത്തോളം സോദോമിലെ ആളുകൾ ഉപദ്രവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ നിയമത്തിലെ ഒരു അധ്യായമുള്ളതായ പുസ്തകം യൂദായുടെ ലേഖനത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ സോദോമിനെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു: അതേപോലെ തന്നെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഈ കാര്യം യൂദ പറയുമ്പോൾ ആ ശിക്ഷാവധി നടന്ന് കിടക്കുന്നതായ അതേ സോദോം ഗൊമോറയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അത് നമുക്കൊരു വാണിംഗ് ആണ്. എന്താണ് ഇവിടുത്തെ വാണിംഗ്? അന്യജഡം മോഹിച്ച് നടക്കുന്നതായ സ്വഭാവമുള്ളവരായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ അന്യജഡം മോഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ അത്രത്തോളം ഇങ്ങനെ സെക്ഷുവലായിട്ടുള്ള വളരെ പാപങ്ങൾ നിറഞ്ഞതായ ഒരു സ്ഥലമായിരുന്നു ഈ സോദോം ഗൊമോറ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പാപം നിറഞ്ഞതായ സോദോമിനെ, അവിടുത്തെ പാപം കണക്കിലെടുക്കാതെ അവിടുത്തെ ഭൗതികത മാത്രം നോക്കി തിരഞ്ഞെടുത്ത് താമസമാക്കിയ ലോത്തിനെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും ഇന്നും ആളുകൾ ഇങ്ങനെ തന്നെയാണ്. അവർ പാപം കണക്കിലെടുക്കുന്നില്ല. മദ്യപിച്ചാൽ ലഭിക്കുന്ന സുഹൃത്തുക്കളെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നു. മദ്യപിച്ചാൽ ലഭിക്കുന്നതായ
സമൂഹത്തിലുള്ള അംഗീകാരത്തെക്കുറിച്ച് മാത്രം അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുന്നു. അതേപോലെ തന്നെ പാപം ചെയ്ത് പുളച്ചു ജീവിക്കുന്നതായ ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നത് ഒരു ഹരമായി മനസ്സിലാക്കുന്ന ആളുകൾ പാപവും അതിൻ്റെ ഗൗരവത്തെയും പരിഗണിക്കാതെ ആളുകളുമായി ഇടകലരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നിത്യ ന്യായവിധിയിലേക്ക് കടക്കുകയാണ് എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് വേണ്ടത്? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ, നമ്മൾ പോകുന്നതായ സ്ഥലങ്ങൾ, അവിടത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. ദൈവത്താൽ അല്ലാതെ നമ്മൾ എങ്ങും പോകരുത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, അബ്രഹാം ദൈവിക ദർശനത്താലാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും കൂടാരം മാറ്റി അടിച്ചടിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ ദർശനത്തിൽ നിൽക്കേണ്ട ലോത്ത് അങ്ങനെ നിന്നില്ല. അതുകൊണ്ടായിരുന്നു അബ്രഹാമിന് ലോത്തിനോടൊരു നീരസം ഉണ്ടായിരുന്നത്. പക്ഷേ ലോത്തിനെക്കുറിച്ചല്ല അബ്രഹാം മധ്യസ്ഥ അണയ്ക്കുന്നതും ആ ദേശത്തെക്കുറിച്ച് തന്നെയാണ് മധ്യസ്ഥ അണയ്ക്കുന്നത്. ലോത്തിൻ്റെ കാര്യം അബ്രഹാമിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ദൈവമേ 4 പേരുണ്ടെങ്കിൽ നീ ആ ദേശത്തെ നശിപ്പിക്കുമോ? ഇല്ല, അബ്രഹാം ചോദിച്ചില്ല. അബ്രഹാം ചോദിച്ചത് അതെ, സോദോം ഗോമോറയിലെ മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയായിരുന്നു. അതിനർത്ഥം സോദോം ഗോമോറയിലേക്ക് പോയതായ ഈ ലോത്ത് പോയത് ഒരിക്കലും ദൈവിക ദർശനത്തിൻ്റെ ഭാഗമായിട്ടല്ല. നമ്മൾ ദൈവം മുമ്പാകെ ജീവിക്കണം, ദൈവിക ദർശനപ്രകാരം മുന്നോട്ട് പോകണം, ദൈവം നൽകുന്ന ഗൈഡൻസിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നതായി തീരുമാനത്തിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരിക്കുകയില്ല. ഞാൻ പലപ്പോഴും ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തെ പിതാവ് മക്കൾ ബന്ധമെന്ന നിലയിൽ കാണാറുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം ഈ ഭൂമിയിൽ പിതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾ തുടങ്ങിയതായ ആ ബന്ധത്തെ നമുക്ക് കാണിച്ചു തരുന്നത് ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ദൈവത്തെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്, നമ്മളെ മക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിച്ച് ജീവിക്കുന്നു. അതേ, വളരെ ചെറുപ്പം മുതൽ നമ്മൾ അനുസരിച്ച് ജീവിക്കുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടേതായിട്ടുള്ള തീരുമാനമെടുക്കുവാൻ ഇപ്പോൾ ചോയ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന മക്കൾ പലപ്പോഴും അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ചിന്തകൾ മാതാപിതാക്കളെ അറിയിക്കാറില്ല. നമ്മൾ ആദ്യമൊക്കെ മാതാപിതാക്കളെ ട്രസ്റ്റ് ചെയ്ത് ജീവിച്ചവരാണ്, ആശ്രയിച്ച് ജീവിച്ചവരാണ്. എന്നാൽ പിന്നീട് നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള റിസോഴ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മാതാപിതാക്കളെ അവഗണിച്ചു പോകുന്നതായ ഒരു പതിവുണ്ട്. ഇത് ദൈവവിഷയമായിട്ട് നമുക്കുണ്ടാകാറുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് വരുമാനമോ നമുക്ക് സ്വന്തമായി നിൽക്കാനോ ഉള്ളതായ ഒരു പ്രാപ്തിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഇനി പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല, എനിക്ക് എൻ്റെതായ തീരുമാനം, എനിക്ക് എൻ്റെ ഡിസിഷൻ, എനിക്ക് എൻ്റെ റിസ്ക്, എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അപ്പനോടും അമ്മയോടും പറയാതെ ഒരു കുട്ടി തൻ്റെ സ്വന്തമായ തീരുമാനത്തിൽ, സ്വന്തം റിസ്കിൽ, സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ എടുക്കുന്നതായ കാര്യങ്ങൾ, അവിടെ ഏതെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു കഴിയുമ്പോൾ, ആരും സഹായിക്കാതെ വരുമ്പോൾ അവൻ എങ്ങോട്ടാണ് വരുന്നത്? അവൻ അവൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്താ പറയുന്നത്? അപ്പോൾ എനിക്കിങ്ങനൊരു പ്രശ്നം പറ്റി, എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഈ മാതാപിതാക്കൾ മുമ്പ് പറഞ്ഞ കാര്യം അവൻ ഓർക്കുന്നുണ്ട്. നിൻ്റെ തീരുമാനം, നിൻ്റെ റിസ്ക്, നിൻ്റെ റെസ്പോൺസിബിലിറ്റി, ആ ഒരു കാര്യം തീർച്ചയായിട്ടും അവന് ബോധ്യമുണ്ട്. പക്ഷേ ഏതൊരു മാതാപിതാവാണെങ്കിൽ പോലും മക്കൾ അവരെത്രത്തോളം തെറ്റ് ചെയ്തെങ്കിൽ പോലും അവരെ സഹായിക്കുവാൻ സന്നദ്ധരായിത്തീരും. പക്ഷെ ഒരിക്കലും മാതാപിതാക്കളുടെ ആ ഒറിജിനൽ ആഗ്രഹത്തിലേക്ക്, ശരിയായിട്ടുള്ള ആഗ്രഹത്തിലേക്ക് ഈ മക്കൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇതേപോലെ തന്നെയാണ് ലോത്തും ചെയ്തത്. ലോത്ത് ആരോടും ആലോചന ചോദിച്ചില്ല, അബ്രഹാമിനോട് പോലും ആലോചന ചോദിച്ചു കാണത്തില്ല, ദൈവത്തോട് ഒട്ടുമേ ഇല്ല. അവൻ്റെ തീരുമാനമെടുത്തപ്പോൾ അവൻ്റെ റെസ്പോൺസിബിലിറ്റിയായി, അവൻ്റെ റിസ്ക്കായി, അതേപോലെ തന്നെ അവൻ്റെ ഡിസിഷനായി. നോക്കൂ, ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവം മാറുന്നു നോക്കിയുള്ളൂ. മാതാപിതാക്കൾ മക്കളെ നോക്കുന്ന പോലെ ദൈവം മാറുന്നു നോക്കിയുള്ളൂ. പക്ഷേ എപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്? ആ സമയത്ത് അവൻ ദൈവത്തെ ഓർക്കാൻ ഇടയായിത്തീരും, ദൈവത്തിനടുക്കിലേക്ക് വരുവാൻ ഇടയായിത്തീരും. പക്ഷേ ഈ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ഒരു ദൈവിക ദർശനത്തിൽ ആയിരുന്നില്ല എന്നതുകൊണ്ട് ഒരിക്കലും ഈ സോദോമിൻ്റെ പാപത്തെ അഡ്രസ്സ് ചെയ്യുവാൻ ലോത്തിന് കഴിഞ്ഞില്ല. ലോത്ത് സോദോമിൻ്റെ പാപത്തോട്, സോദോമിനോട് ഒത്തുപോയതായ ഒരുവനായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, സിറ്റി ഗേറ്റിൽ ഇരുന്ന ഒരു സിവിക് ലീഡറായി പ്രവർത്തിക്കണമെങ്കിൽ അവിടുത്തെ പാപത്തോട് പൊരുത്തപ്പെടാതെ കഴിയത്തില്ല. നോക്കൂ, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ദൈവം സഹായിക്കുമോ? ദൈവത്തിന് സഹായിക്കാൻ കഴിയുമോ? അവിടെയാണ് അബ്രഹാമിനെ പോലെയുള്ളവരുടെ മധ്യസ്ഥത
ദൈവം ആവശ്യപ്പെടുന്നത്. പക്ഷേ അബ്രഹാം ആ മധ്യസ്ഥതയിൽ പരാജയപ്പെട്ടു എന്ന് നമ്മൾ ധരിക്കുമ്പോൾ തന്നെ ആ ലോത്ത് വിടുവിക്കപ്പെടുന്നത് അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള ബന്ധം കാരണമാണ്. അതെ, അബ്രഹാമിനെ ഓർത്തപ്പോഴാണ് ദൈവം ലോത്തിനെ വിടുവിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വാണി എന്താണ്? അതെ, ഒരിക്കലും നമ്മൾ ഈ ലോകത്തിൻ്റെ പാപത്തോട് പൊരുത്തപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകരുത്. അങ്ങനെയല്ല നമ്മളായിരിക്കേണ്ടത്. മറിച്ച് നമ്മൾ അബ്രഹാമിനെ പോലെ ആയിരിക്കണം. ലോത്ത് എന്ത് ചെയ്തു? അബ്രഹാമിന് ലഭിച്ചതായ ഒരു പാഠങ്ങൾ പോലും തൻ്റെ ജീവിതത്തിൽ പകർത്താനാവാത്ത, അതേ വിശുദ്ധ വേദോസത്തിൽ ലോത്തിനെ വിളിക്കുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്ന ആ വാക്യം കൂടെ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 7 മുതൽ 8 വരെ. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവർത്തികൾ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ നോക്കൂ. വലഞ്ഞുപോയ നീതിമാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അവരെ ദൈവസ്ഥയിലേക്ക് കൊണ്ടുവരാനോ കഴിയാതെ പോയി. വെറും കൺസേൺ മാത്രമേ ലോത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ കൺസേൺ പ്രാർത്ഥനയിലേക്ക് പോയില്ല. ആ കൺസേൺ ആ ജനത്തെ വിടുവിക്കാൻ തക്കതായ ആത്മഭാരത്തിലേക്ക് കടന്നുപോയില്ല. നമുക്ക് പലപ്പോഴും കൺസേൺ ഉണ്ട്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൺസേൺ ഉണ്ട്, നശിച്ചു പോകുന്നവരെക്കുറിച്ച് കൺസേൺ ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോത്തിനെ പോലെ നമ്മൾ വലഞ്ഞു പോയതായ ആളാണോ? പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോലും കഴിയാതിരിക്കുന്നതായ അവസ്ഥ. ഇതാണ് വലഞ്ഞു പോയ നീതിമാൻ എന്ന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത ദിവസങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ലോത്തിനെ പോലെ ആകാതെ മറിച്ച് അബ്രഹാമിനെ പോലെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതെ, ദൈവത്തിന് മുമ്പാകെ അനേകരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അനേകരെ നിത്യന്യായവിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ലോത്തിനെ പോലെ വലഞ്ഞുപോയ ഒരു വ്യക്തിയായിട്ടല്ല, മറിച്ച് ആളുകളെ ഓർത്ത് വെറും ഒരു കൺസേൺ, ഉത്കണ്ഠ ഉള്ളവരുമായിട്ടല്ല, മറിച്ച് പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളുമായി പങ്കിടുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.